ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. റഗാഗാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് ഉപ്പെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഈ പഞ്ചസാര കൂടുതൽ ചേർക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല തിക്കായിട്ടാണ് കലക്കിയെടുക്കേണ്ടത്. സാദാ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ കുറേശ്ശെയായിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ തന്നെ കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവരുത്. കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം. ഇതിനി ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാതെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അയണിൻ്റെ ആ ഒരു പാളം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെത് ഉപയോഗിക്കുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിലേക്കാകുമ്പോൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് നൈസായിട്ട് പരത്തി എടുത്ത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടൂ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു മാവുള്ളത്. ഒരു അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വേണം. എന്നാൽ ഒരുപാട് തിക്കായി പോയാൽ ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റായിട്ട് നമുക്കത് കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഞാനിത് ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് കൈകൊണ്ട് തന്നെ, നിങ്ങൾക്ക് ചൂട് പ്രശ്നമല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്യാം. സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്താൽ അത്ര അങ്ങോട്ട് ശരിയായിട്ട് കിട്ടില്ല. ഇതേപോലെ എന്തെങ്കിലും പരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക. ഇത് അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ ഒരു 2 എണ്ണത്തിലേക്ക് ഒരു മുട്ട മതിയാവും. നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് പ്രത്യേകിച്ച് ഉപ്പോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. മുട്ട ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സൈഡിലായിട്ട് മയണൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മയണൈസിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ പിന്നെ മുട്ടയിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. മയണൈസ് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സൈഡും താഴ്ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. സൈഡൊക്കെ ഇപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. കളറൊക്കെ ഒന്ന് മാറി കുറച്ചൊരു ബ്രൗൺ കളറായി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടെടുക്കാം. നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതും നല്ല നൈസായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്താൽ മതി.
മയണൈസും സ്പ്രെഡ് ചെയ്തിട്ട് അതും ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു സ്വീറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഹേസൽനട്ടിൻ്റെ സ്പ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചോക്ലേറ്റ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം, ചോക്ലേറ്റ് ഗനാഷ് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടോടെ തന്നെ കഴിക്കാം. സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിരിപ്പുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട, ഇതിങ്ങനെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കുറച്ച് നേരം ഒന്ന് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.